കഴിഞ്ഞ ആഴ്ചയായിരുന്നു എൻ്റെ ഉമ്മാൻ്റെ ഒരു ആൻജിയോപ്ലാസ്റ്റി സർജറി കഴിഞ്ഞത്. പെട്ടെന്നായിരുന്നു നടന്നത്. ഉമ്മ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ തന്നെ വളരെ ആരോഗ്യവതിയായ സ്ത്രീയാണ്. 67 വയസ്സാണെങ്കിലും കണ്ടാൽ തോന്നില്ല. അങ്ങനെ വളരെ മിടുമിടുക്കോടുകൂടി വീട്ടിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഇനി ചെറിയൊരു അധ്യാപകയായിട്ട് കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ സ്വന്തം ഒരു അറബി കോളേജ് സ്ഥാപനമാണ്. അവിടെ പോവുകയാണെങ്കിലും ഒക്കെ തന്നെ വളരെ ആക്റ്റീവായിട്ട് ഒരു വാർഡനാണ്. ചെറിയ ഹോസ്റ്റലുണ്ട്. വീട്ടിലാണെങ്കിലും 10 മക്കളാണ്. 10 മക്കളെ നല്ല നിലക്ക് പഠിപ്പിച്ച് മദ്രസയിൽ പോയിട്ടില്ല. ഉമ്മയാണ് മദ്രസ പഠിപ്പിച്ചത്. ഞങ്ങൾ തൃശ്ശൂർപ്പള്ളിയിലായിരുന്നു, ട്രിച്ചിയിലായിരുന്നു, തമിഴ്നാട്ടിലായിരുന്നു കുറേ കാലം. അപ്പം അങ്ങനെ ഉമ്മ തന്നെയാണ് എല്ലാം പഠിപ്പിച്ചത്. സമയം കണ്ടെത്തി വീട്ടിലിരുന്ന് നമ്മളെ സ്കൂളാണെങ്കിലും മദ്രസയാണെങ്കിലും പഠിപ്പിച്ച് വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കി. തൊട്ടടുത്തുള്ള ചെറിയ അറബി കോളേജും ഓർഫനേജൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് നീങ്ങി പെൺകുട്ടികളെ 250 പെൺകുട്ടികളുണ്ട്. അവിടെയൊക്കെ മുഴുവനും ആക്റ്റീവായിട്ട് നടന്നു നീങ്ങുന്ന ഒരു സ്ത്രീയാണ്. അത് മാത്രമാണോ, ആരോഗ്യം എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് കൊണ്ടുപോകുന്ന ഒരാൾ. ആകെ കാണുന്ന 2 വീഡിയോ ആണ്. ഒന്ന് ദീനീപരമായൊരു വീഡിയോ കാണും, അല്ലെങ്കിൽ ആരോഗ്യ വീഡിയോ ആണ്, ഡോക്ടർമാരുടെ വീഡിയോ ആണ്. അതേ കാണും. ഇങ്ങനെ ഗ്രൂപ്പിലേക്ക് ആദ്യം ഷെയർ ചെയ്യുക ആരോഗ്യത്തെക്കുറിച്ചാണ്. അത്ര ആരോഗ്യവും ദീനൊക്കെ കൊണ്ടു നടക്കുന്ന ഉമ്മയാണ്. പെട്ടെന്നായിരുന്നു കഴിഞ്ഞൊരു നോമ്പ്, നാലാമത്തെ 5-ാം നോമ്പ് ഞാൻ പെട്ടെന്നൊരു മഗ്‌രിബ് നിസ്കരിക്കുന്നതിന് തൊട്ട്, ഇത് നോമ്പ് തുറക്കുന്നതിൻ്റെ 1/2 മണിക്കൂർ മുന്നെയാണ് ഒരു ചെറിയൊരു വിമിഷ്ടം പ്രയാസം ഉണ്ടായി. അങ്ങനെ ഉമ്മക്ക് തോന്നി ചെറിയൊരു വിയർപ്പ് എന്നപ്പോൾ തോന്നി നേരെ ചെറിയ ഹോസ്പിറ്റലിൽ പോകേണ്ട വലിയ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ആ ഒരു ലക്ഷണത്തെ ഉമ്മ തിരിച്ചറിഞ്ഞു. നേരെ അങ്ങോട്ട് വിട്ടുവെന്ന് പറഞ്ഞാൽ അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ പോയി പെട്ടെന്ന് 5 പ്ലാസ്റ്റി ചെയ്യേണ്ടി വന്നു. ECG എടുത്തപ്പം വേരിയേഷൻ കണ്ട പെട്ടെന്ന് 5 പ്ലാസ്റ്റി ചെയ്തു. ഞാനങ്ങനെ അത്ഭുതപ്പെട്ടു. ഉമ്മാക്ക് ഒരിക്കൽ പോലും കൊളസ്ട്രോൾ കൂടിയിട്ടില്ല, വേറൊരു അസുഖമില്ല, ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പിന്നെ ഉമ്മനെ കൊണ്ടുപോയി നോക്കണം എന്ന് നമ്മൾ ചിന്തിക്കുക പോലും ഇല്ല. അത്രയും ആരോഗ്യവതിയായി നടക്കുന്ന ഉമ്മയാണ്. പെട്ടെന്നായിരുന്നു ഒരു ബ്ലോക്ക് വന്ന് നോക്കും. 3 ബ്ലോക്കാണ്, ഒന്നല്ല 3 അങ്ങനെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിൽ റെസ്റ്റിലാണ്. നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആരോഗ്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യണ്ട, രോഗം വരില്ല എന്നുള്ളത് കരുതേണ്ടതില്ല. ആരോഗ്യത്തിൽ ഞാൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കരുതേണ്ടതില്ല. ഞാനിന്ന് കഴിഞ്ഞ ഒരു സമയത്ത് മെട്രോ ഹോസ്പിറ്റലുകാർക്കായിട്ട് ഉണ്ടാവും കാർഡിയാക് സെൻറ്റർ. അവിടെ ഒക്കെ നോക്കി പരിശോധിച്ച് ഉറപ്പ് വരുത്തി റിസൾട്ടൊക്കെ എല്ലാം ക്ലിയർ ആണെന്ന് പറഞ്ഞ് വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്ത് റിവേഴ്സ് എടുക്കുന്ന മുന്നേ ആളെന്ത് ചെയ്തു, സ്പോട്ടിൽ അറ്റാക്കായി മരിച്ചു. അതായത് ഈ രോഗം വരാനോ അല്ലെങ്കിൽ മരണപ്പെടാനോ അല്ലെങ്കിൽ ഈ ജീവിതം ഇതോടെ അവസാനിക്കാനോ എന്തെല്ലാം ഒന്നും ഒരു മാനദണ്ഡമല്ല. ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥ ഒരു മാനദണ്ഡമേ കണക്കാക്കേണ്ടതില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. അതൊരു കാരണം അല്ലാഹു സുബ്ഹാനഹു അങ്ങേയറ്റം നമ്മൾ അനുഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾക്ക് വേണ്ടി, ഞാൻ ഹൃദയം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർത്തത് ഹൃദയത്തെക്കുറിച്ച് ഒന്ന് ആലോചിക്കാനാണ്. സത്യ ഹൃദയം നമുക്കറിയാം. ജസ്റ്റ് ഒന്ന് കയ്യൊന്ന് പിടിച്ചു നോക്കി, ഒന്നിങ്ങനെ നെഞ്ചത്ത് വെച്ച് നോക്കി. മിടിപ്പ് കേൾക്കുന്നുണ്ടോ? പറ്റുണ്ടോ? സൈഡ് കൊണ്ടുപോകണ്ട, ഇടത്തെ ഭാഗത്തേക്കല്ല, ശരിക്കും ഇവിടെ ഈ ഭാഗത്താണ്. ഇങ്ങനെ വെച്ചാൽ ഇടത്തെ ഭാഗത്തിനോട് സെൻറ്ററിൽ നിന്ന് ഇത്തിരി നേരം ലെഫ്റ്റിലേക്ക് ചെറിഞ്ഞിട്ട് കാണാം ഒരു ചെറിയ മിടിപ്പ്. കാണണ്ടോ? കേൾക്കുന്നുണ്ടോ? ഒന്ന് അനുഭവിച്ച് നോക്കിയാണ്, കൈ വെച്ച് നോക്കി. എന്താണ് ഇപ്പോൾ ഇത്? പ്രസംഗമല്ല കേട്ടോ, നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയാമെന്നുള്ളതാണ്. പറ്റുന്നുണ്ടോ? കിട്ടിയോ? മുമ്പ് കിട്ടിയില്ല. കിട്ടിയോ? ഇത് സുഹൃത്തുക്കളെ ഇന്ന് ആലോചിച്ച് നോക്കി. ഈ മസിൽ, ഇതൊരു മസിലാണ്, മാംസല്ലേ, ഇത് മസിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ കൈ ഒരു ഉദാഹരണം പറയാം. കൈ ഇങ്ങനെ മടക്കി നിവർത്തി നിൽക്കുകയാണ്. ഒരു 50 തവണ, ഒരു 100 തവണ, അല്ല ഒരു 200, 300 തവണ, 500 തവണ കഴിയുമ്പോഴേക്കും നിങ്ങൾ കൈ എന്താവും? കുഴഞ്ഞു. പിന്നെ മടക്കാൻ പോലും കഴിയില്ല. കഴിയില്ല. നിങ്ങൾ കുഴഞ്ഞോ? കൈ പിന്നെ കുറച്ച് ഒരു അരമണിക്കൂറിലേക്ക് നിങ്ങൾ തൽക്കാലം തൂക്കിയിടണം. അതേപോലത്തെ മറ്റൊരു ടൈപ്പ് മസിലാണ് കാർഡിയാക് മസിൽ. ഈ ഹാർട്ട് പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എപ്പോൾ നിങ്ങൾ 2 മാസം പ്രായത്തിൽ ഉമ്മാൻ്റെ വയറ്റിലായപ്പോൾ തന്നെ തുടങ്ങിയെന്നാണ്. അവിടെ തുടങ്ങുകയാണ്. ആ മിടിപ്പ് പോയി നിന്നിട്ടില്ല. നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞിടണോ? ഉറങ്ങുമ്പോൾ പോലും നിങ്ങൾക്ക് വേണ്ടി മിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എത്ര മിടിക്കണം? എത്ര രക്തം പമ്പ് ചെയ്യണം? നമുക്ക് രക്തകോല നീളം നമുക്ക് അറിയാമല്ലോ. എന്താ പറയുകയാണ്? ഓരോ രക്തകോല ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് എത്ര ഉണ്ടാവും? ഇവിടുന്ന് കോഴിക്കോടങ്ങാടി എത്താവും. അവിടുന്ന് വിടണം, കേരളം വിടണം, ഇന്ത്യ വിടണം, സൗദി അറേബ്യ പോയാലും പോയിട്ടില്ല. അങ്ങനെ അമേരിക്ക പോയി കറങ്ങി ഒരു ഭൂമിയെ 2.5 തവണ ചുറ്റണം. സുബ്ഹാനല്ലാഹ്. അത്രയും നീളമുള്ള
രക്തക്കുഴലിലേക്ക് രക്തം പമ്പ് ചെയ്യണം. സുബ്ഹാനല്ലാഹ്. ഇത് നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കുന്നു ആ ഹൃദയം. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ ബ്ലോക്ക് സംഭവിക്കണം. ബ്ലോക്ക് എന്താ സംഭവിക്കണേ? ഹൃദയം എന്ത് ചെയ്യുന്നു? എല്ലാ സ്ഥലത്തേക്കും ബ്ലഡ് പമ്പ് ചെയ്യുന്നു. പക്ഷെ ഹൃദയത്തിന് വേണം എന്ത്? അതിനാരോഗ്യത്തിന് വേണം, അതിന് വേണം ബ്ലഡ്. ഹൃദയത്തിനുള്ളിൽ നിറയെ ബ്ലഡാണ്. പക്ഷേ ഹൃദയത്തിന് മസിൽ ജീവിച്ചിരിക്കണം, എന്ത് ചെയ്യണം? അതിന് വേണം സർക്കുലേഷൻ, അതിന് വേണം ബ്ലഡ്. അത് ഉള്ളിലുണ്ടായാൽ പോരാ, വേറൊരു സർക്കുലേഷനിലൂടെ എല്ലാ മസിൽ ടിഷ്യൂലേക്കും എല്ലാ മസിൽ കോശങ്ങളിലേക്ക് എന്ത് ചെയ്യണം? രക്തം എത്തണം. അതിന് വേണ്ട സംവിധാനം കൊറോണറി സർക്കുലേഷൻ. അവിടെ ചെറിയ ബ്ലോക്ക് വരുന്നതുകൊണ്ടാണ്, ആ ഭാഗത്തെ മസിൽ നശിച്ചു പോകുന്നതുകൊണ്ടാണ്. കണ്ടോ, രക്തം കുറഞ്ഞ സമയം അല്ലേ, കുറഞ്ഞ സമയമാണ് ബ്ലോക്ക് ആവുന്നത്. അതോടുകൂടി എന്തായി? ആ മസിൽ ടിഷ്യൂ ഡെത്ത് ആവാണ്, നശിച്ചു പോവാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഒരു ടിഷ്യൂ നശിച്ചിട്ടില്ല, എല്ലാം വളരെ ക്ലിയറാണ്. നഖത്തിൻ്റെ അഗ്രത്തിലേക്ക് പോലെ എന്തുണ്ട്? ബ്ലഡ് എത്തുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ വിരലുകളൊക്കെ നിൽക്കണല്ലേ. ഷുഗർ പേഷ്യൻസ് സംഭവിക്കണം അറിയില്ലേ? രക്തം എത്താത്തോടത്ത് കഴിഞ്ഞു, ആ ടിഷ്യൂ അവിടെ ടിഷ്യൂടെ എത്തായി, ആ കോശം അവിടെ നശിച്ചു. പിന്നെ മുറിച്ച് കളയാൻ നിവൃത്തിയില്ല. ഇത്ര നമ്മുടെ രക്തത്തെ എല്ലാ ഭാഗത്തേക്കും, രക്തത്തിൻ്റെ ഈ വിരൽ തുഞ്ചത്ത് പോലും എന്തുണ്ട്? രക്തത്തിൻ്റെ അംശവും ഓക്സിജൻ എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ബ്ലഡ്. ഹൃദയം. സുബ്ഹാനല്ലാഹ്, ആ ഹൃദയം നമുക്ക് അള്ളാഹു തന്നു. അതൊരു കുഴപ്പമില്ലാതെ, കേടുപാടില്ലാതെ ഇതുവരെ അള്ളാഹു നമ്മെ സംവിധാനിച്ചു തന്നു. അൽഹംദുലില്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ചെയ്ത നിഅമത്തുകളെയാണ് സുഹൃത്തുക്കളെ. എത്ര എത്ര നിഅമത്തുകൾ. ഹൃദയം മാത്രമാണോ? അപ്പോൾ ഞാൻ പറഞ്ഞ് കേൾക്കണില്ലേ? ഇവിടെ എഴുതി തന്നു, ശബ്ദം കുറച്ച് കൂട്ടണം. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ശബ്ദം കേൾക്കുന്നില്ല. ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ സുഹൃത്ത്, എന്താ കേൾക്കുന്ന പറഞ്ഞാൽ, എന്തെങ്കിലും കേൾവി പറഞ്ഞാൽ, ഞാനിപ്പോൾ പറഞ്ഞ സംസാരമില്ലേ, ഈ ഒച്ചല്ലേ, ഈ ശബ്ദം, ഇത് നിങ്ങളുടെ ചെവിൻ്റെ ഉൾഭാഗത്ത് 3 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഔട്ടർ, ഇന്നർ, മിഡൽ, ഇന്നർ എന്നാണ്. ഈ ഔട്ടർ ഇയർ എന്നാണ് എന്താ വെച്ചാൽ അവിടെ ഒരു ചെറിയ ഇതുണ്ടാവും, ടിമ്പാൻ മെമ്പറൈൻ ഉണ്ട്, എന്താ പറയുന്നത്, പാളി അല്ലേ, കർണപാളി. അതിൽ നിന്ന് എന്ത് ചെയ്യും? അതിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് 3 ചെറിയ എല്ലുകളുണ്ട്. ഏറ്റവും ചെറിയ എല്ല് എവിടെ ഉള്ളത്? ചെവിൻ്റെ ഉള്ളിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒച്ചെന്ന് കുറയില്ലേ, കോക്ലിയ എന്ന് പറയും. ഒച്ചിൻ്റെ ഷേപ്പ് ഉണ്ടാവും, കണ്ടാൽ ഇങ്ങനെ ചുരുണ്ടിട്ടുള്ള ഒരു സാധനമാണ്. അതിൻ്റെ ഉള്ളിൽ കുറേ നിറയെ വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും, ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ ഇത് 3 സ്ട്രക്ചർ. ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കർണപാളി ഇളകി, ഇളക്കം വന്നപ്പോൾ എന്തായി? ആ എല്ലുകൾ ചേർന്ന് നിൽക്കില്ലേ, 3 എല്ലുകൾ, അത് 3 ഇങ്ങനെ ഇളക്കുന്ന കൊണ്ടു. ഇളകിയപ്പോൾ എന്തായി? ഉള്ളിലുള്ള ആ കോക്ലിയ എന്ന് പറയുന്ന ഈ ഒച്ചിനെ പോലത്തെ ആ ഷേപ്പിലുള്ള ആ ഉള്ളിൽ വെള്ളം നിറച്ച ബാഗ് ഇങ്ങനെ കറങ്ങുകയാണ്. ആ കറങ്ങിയപ്പോൾ എന്തായി? കറങ്ങിയപ്പോൾ അതിലെന്തുണ്ട്? ഈ പിന്നെ കടൽ പോയിട്ട്, കടലിൻ്റെ കല്ലിൻ്റെ മുകളിൽ ചെറിയ പായൽ പോലെ അതിങ്ങനെ വെള്ളം ഇങ്ങനെ ഇളകി കളിക്കുമല്ലോ, ശ്രദ്ധിച്ചില്ലേ? ആ ഇളക്കത്തിൽ അങ്ങനെ ഒരു ഹെയർ സെൽസ് ഉണ്ട്, സീരിയ എന്ന് പറയും. ഒരു രോമത്തെ അങ്ങനെ ഒരു 1000 അല്ല, ഒരു 10,000 തവണ മുറിച്ച് എത്ര കിട്ടും? ഇതുണ്ടാവുക അത്ര നേരത്തെ ഹെയർ സെൽസ് ഇങ്ങനെ കളിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ഇളക്കത്തിൽ ഉണ്ടാകാവുന്ന ചെറിയൊരു കറണ്ട് ഉൽപ്പാദനം അല്ലേ, ഡാമിലെ കറണ്ട് ഉണ്ടാവാൻ അങ്ങല്ലേ, വെള്ളം ഇങ്ങനെ കറങ്ങിയിട്ടല്ലേ കറണ്ട് ഉണ്ടാണ് എന്ന് പറഞ്ഞ പോലെ, അങ്ങനെ ഒരു ഇളക്കത്തിലൂടെ ഒരു ഡാം അവിടെ ഉണ്ടെന്നാണ്. അവിടെ നിന്ന് ചെറിയൊരു കറണ്ട്, ഒരു സ്പാർക്ക് അവിടെ ഉണ്ടാകുകയും അത് ഞരമ്പിലേക്ക് കയറി ചെന്ന് ചെവിയുടെ കിളിയുടെ ഭാഗം, ഈ ഭാഗമാണ് ബ്രെയിനിലുള്ള ഹിയറിംഗ് ഏരിയയിൽ കൊണ്ടുപോയിട്ട് അവിടേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഇമ്പൾസ് ഇവിടെ വന്നു. അവിടെ ഇമ്പൾസ് എന്താ? അവിടെ എന്തോ ഒരു ശബ്ദം കേട്ടു എന്നേ ഉണ്ടാവുള്ളൂ. ഇനി എന്ത് ശബ്ദമാണ് അത് തിരിച്ചറിയാൻ ചെയ്യണം. അവിടുന്ന് പിന്നെ മെമ്മറിയിലേക്ക് പോയി ഇങ്ങനത്തെ ഒരു ശബ്ദം നേരത്തെ കേട്ടിട്ടുണ്ടോ, എന്താണ് ശബ്ദം തിരിച്ചറിയണം. അവിടെ പിന്നെ കോഗ്നീഷനിലേക്ക് പോകണം. ഇത് എന്താ ചെയ്ത് തരേണ്ടത്, ഇതെന്താ മനസ്സിലായോ, മനസ്സിലാവാനുള്ള വേറൊരു ഏരിയയിലേക്ക് പോകുന്നു. മെമ്മറിക്ക് പോയി, കോഗ്നീഷൻ ഫ്രോണ്ടൽ ഏരിയയിലേക്ക് പോയി, അവിടുന്ന് പിന്നെ എന്താണ് തിരിച്ച് ചെയ്യേണ്ടത്, അതിലേക്കുള്ള പിന്നെ സിഗ്നലും പാസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പിന്നെ പറയുന്നത്. സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി പറയുമ്പോഴേക്കും അലൈഹിസ്സലാം തിരിച്ചു വന്നില്ലേ. എത്ര പെട്ടെന്ന് സുഹൃത്ത്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എത്ര പെട്ടെന്ന് മനസ്സിലായത്. എന്തൊക്കെയാണ് സംഭവിച്ചവിടെ? ഇത്രയും നടന്നില്ലേ. കർണപാളി ഇളകി, അവിടെ എല്ലുകൾ ചലിച്ചു, വെള്ളം കറങ്ങി, കറണ്ട് ഉൽപ്പാദിപ്പിച്ചു, നരമ്പിലേക്ക് പ്രവേശിച്ചു, കേൾക്കുന്ന ഏരിയയിലേക്ക് മാറി. അവിടുന്ന് ഇത്ര ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് ഈ സംഗതി നീങ്ങി പോണത്. സുബ്ഹാനല്ലാഹ്. ഈ അനുഭവം സുഹൃത്തുക്കളെ, ചെവി കേൾക്കാത്ത ആൾ അവസ്ഥ അറിയാലോ. കണ്ണ് കാണാത്ത ആളാണോ ചെവി കേൾക്കാത്തവന് പ്രയാസപ്പെടുക, ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുക ആരാണ്? ചെവി കേൾക്കാത്ത ആളാണ്. കണ്ണ് പ്രയാസം, രണ്ടാൾക്ക് പ്രയാസം തന്നെയാണ്. പക്ഷേ കണ്ണ് കാണാത്ത ആൾക്ക് മനസ്സിലാവും പറഞ്ഞാൽ. പക്ഷേ ഇവിടെ എന്ത് പറഞ്ഞാലും 70% കിട്ടുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ ആംഗ്യത്തിലല്ലേ പറയാം, അതിൽ 70% മനസ്സിലാവുള്ളൂ, പിന്നെ മനസ്സിലാവില്ല. പിന്നെ അതിങ്ങനെ ഒരു ഊഹിക്കലാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അത് നമുക്കുണ്ട് അൽഹംദുലില്ലാഹ്. മുഴുവൻ കേൾക്കുന്നില്ല, എല്ലാവരും കേൾക്കുന്നില്ല ഈ പറഞ്ഞൊക്കെ. ഇത് അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ 24 മണിക്കൂറിൽ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ സംഗതി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ നിഅമത്താണ് സുഹൃത്തുക്കളെ. എങ്ങനെ എത്ര നിഅമത്തുകൾ.
തലമുടി മുതൽ കാലിൻ്റെ നഖം വരെയുള്ള മുഴുവൻ അവയവങ്ങൾ നമുക്ക് നിഅമത്തെ അല്ലാഹു തന്നു. പുറമേയുണ്ട്, ഉള്ളിലുണ്ട് സുഹൃത്തുക്കൾ. അങ്ങനെ നിഅമത്തുകൾ നിങ്ങൾ എണ്ണി കണക്കാക്കി അല്ലാഹു പറയാണ്, വഇൻ തഅദ്ദു നിഅമത്തല്ലാഹ് ലാ തുഹ്സുഹാ. ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എണ്ണി കണക്കാക്കാൻ സാധിക്കില്ല സുഹൃത്തുക്കൾ, സാധിക്കില്ല. അത്ര കണ്ട്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞത്, വിശ്വാസം പറഞ്ഞല്ലോ, ഫമൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹ്. ആരാണോ സ്വന്തത്തെ മനസ്സിലാക്കിയോ, ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും പഠിച്ചോനെ, തിരിയും, റബ്ബിനെ തിരിയുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ നഫ്സിനെ, നമ്മൾ സ്വന്തത്തിലേക്ക് നോക്കിയാൽ അള്ളാഹുവിനെ അങ്ങോട്ട് തിരിയും. അള്ളാഹിനെ ബോധ്യപ്പെടാൻ ഇത്രയും നല്ല സംഗതി വേറെ അല്ല. സ്വന്തത്തിലേക്ക് നോക്കിയാൽ മതി. ആകാശഭൂമികൾ, ആകാശ നക്ഷത്രങ്ങൾ, പിന്നെ ഈ ആകാശമണ്ഡലങ്ങൾ നോക്കാനേക്കാളും അപ്പുറത്തേക്ക് സ്വന്തം ശരീരത്തേക്ക് നോക്കിയാൽ തന്നെ തിരിയും സുഹൃത്തുക്കളെ. അള്ളാഹിനെ മനസ്സിലാവും, റബ്ബാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ റബ്ബിനെ ഈ പറയുന്ന ഇത്രയും നമുക്ക് അനുഗ്രഹങ്ങൾ പെയ്തു തന്നു എന്നാണ് സുഹൃത്തുക്കളെ. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ എൻ്റെ അടുത്ത് ഒരു മാസം മുന്നേ വന്ന രോഗി ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ ആൾ വളരെ ഇതുപോലെ നോർമലായിട്ട് ഇദ്ദേഹത്തിനെ പോലെ ഉണ്ടാവും. ഏകദേശം നല്ല തടിമുടുക്കുള്ള 40, നല്ല കുച്ചിറപ്പുള്ള ശരീരമാണ്, നല്ല അത്യാവശ്യം തടിയും വണ്ണവും ഹൈറ്റൊക്കെ ഉള്ള. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഏകദേശം ഒരു ആൾക്കൊരു 5-6 മാസമായിട്ട് ഈ കൈക്ക് ബലക്കുറവ്, ഒരു കൈ നമ്മളിങ്ങനെ കുടയല്ലോ, ഒരു ബലം കുറവ് പോലെ ഫീൽ ചെയ്യുക. ഒന്നിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കൈ പിടിച്ചു നോക്കുക, എന്തൊരു ബലക്കുറവുണ്ടോ എന്ന് ഫീൽ ചെയ്യാൻ അത്ര ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ തുടങ്ങി. പിന്നെ ആൾക്ക് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ കൈ പൊക്കാൻ പറ്റുന്നില്ല, കൈ ഇങ്ങനെ ഒരു ഉയരത്തിൽ കഴിയണില്ല, പിന്നെ കൈകൾ മുറുക്കം കിട്ടുന്നില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ 3 മാസം കൊണ്ട് കായിക കഴിഞ്ഞു. ഈ കൈയിൻ്റെ പ്രവർത്തനം അവിടെ കുറഞ്ഞു. പിന്നെ കാലിൻ്റെ കുഴച്ചിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ തുടങ്ങുകയാണ്. അങ്ങനെ തുടങ്ങുമ്പോൾ അദ്ദേഹം ഇവിടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ആളുടെ കണ്ടീഷൻ നോക്കിയപ്പോൾ പരിശോധിച്ച വിഷയം MND ആണ്, മോട്ടോ ന്യൂറോൺ ഡിസീസാണ്. അതായത് ഞരമ്പിലേക്ക് പോകുന്ന ആ കറണ്ടിൻ്റെ ഇലക്ട്രിസിറ്റി ആ ഒരു പിന്നെ ഇമ്പൾസ് എന്തെയില്ല, ഫീൽ ചെയ്യാതെ മസിലേക്ക് വർക്ക് ചെയ്യില്ല, മസിലേക്ക് എത്തുന്നില്ല. അപ്പോൾ എന്തായി സംഭവിക്കുക വെച്ചാൽ ഓരോ മസിലും ഓരോ പിന്നെ അവയവം എന്ത് ചോദിച്ചാൽ ഇങ്ങനെ മസിൽ ശോഷിച്ച് വരും, എല്ലാ ഭാഗവും ശോഷിച്ച് വരും. സംഭവിക്കുക എന്താ വെച്ചാൽ എല്ലാ മസിലും ശോഷിച്ച് എവിടെ തൊണ്ടയുടെ ഈ പറയുന്ന ശ്വാസകോശ മസിലും, ഇത് മസിലാണല്ലോ, ഇതിൻ്റെ ഈ വാരിയലിൻ്റെ മുകളിലൊക്കെ മസിലാണ്, ഇതും വർക്ക് ചെയ്യാൻ കഴിയാതെ അങ്ങനെ എന്ത് ചെയ്യും, ശ്വാസം മുട്ടി ആൾ മരണപ്പെടും. ഇതാണ് അവസ്ഥ. നിങ്ങൾ സ്റ്റീഫൻ ഹോക്കിൻസ് കേട്ടില്ലേ, അദ്ദേഹത്തിന് ഉണ്ടായ അസുഖമാണ് MND. ഞാൻ പറഞ്ഞു വരുന്നത് വ്യാപകമായിട്ട്, അത് പ്രായ വ്യത്യാസമൊന്നുമില്ല കേട്ടോ, ഏത് പ്രായത്തിലുണ്ടാവും. പ്രത്യേകിച്ചും യുവപ്രായത്തിലാണ് തുടങ്ങുക. 30-40 കഴിഞ്ഞ ആളുകൾക്കാണ് പൊതുവേ ഇത് കാണാറുള്ളത്. അങ്ങനെയുണ്ട് പോകുന്ന അസുഖം. ഇത് നമുക്ക് കാണാം, ആൾക്ക് ഇങ്ങനെ ശരിക്കും അനുഭവിക്കാൻ പറ്റും. ഒന്ന് കുഴഞ്ഞു, രണ്ടാമത്തെ കുഴഞ്ഞു, മൂന്നാമത്തെ വിഭാഗം കുഴഞ്ഞു, അങ്ങനെ സംസാരിക്കാൻ കഴിയാതെ, വെള്ളമിറക്കാൻ കഴിയാതെ അങ്ങനെ മരണപ്പെടുന്ന അവസ്ഥയാണ് അസുഖമാണ്. ഇതൊന്നും ചെയ്യാനില്ല. നമുക്ക് ചെയ്യാനുള്ളത് ഇത് എങ്ങനെ നീട്ടിക്കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഒരു 6 മാസം കൊണ്ടൊക്കെ അയാൾ കിടക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഒരു 1.5 വർഷം 2 വർഷം അയാൾ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമെന്ന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അയാൾ വീഴുന്നുള്ള കാര്യം സംശയമില്ല, പക്ഷെ നീട്ടിക്കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ സുഹൃത്തുക്കളെ. ഇങ്ങനത്തെ ഒരുപാട് അസുഖങ്ങൾ ഞാൻ പറയും. ഇത്രയും അസുഖങ്ങൾ എന്തുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞൊരു ഒമാൻ യാത്രയിൽ ഒരു കുട്ടീനെ കണ്ടു. അപ്പോൾ വീട്ടിൽ പോയി ചെന്നപ്പോൾ കണ്ടൊരു കുട്ടിയാണ്, 2 വയസ്സുണ്ട്. ആ കുട്ടീനെ കണ്ടാൽ ആ കുട്ടീൻ്റെ പ്രശ്നം ചോദിച്ചാൽ എന്താ വെച്ചാൽ ആ കുട്ടിക്ക് 33 കിലോ ആണ്. 33 കിലോ കുട്ടി ഉണ്ടാവും. 33 കിലോ എന്ന് വെച്ചാൽ 10 വയസ്സ് 11 വയസ്സ് കുട്ടിക്കാണ് 33 kg ഉണ്ടാവുക. ഇതിപ്പോൾ ഉള്ളത് 2 വയസ്സുള്ള കുട്ടിക്ക് 33 കിലോ. ശരിക്കും ഉരുണ്ട് നിൽക്കുന്നൊരു കുട്ടിയാണ്. ഏത് നേരെ പാൽ കുടിക്കണം, ഏത് നേരെ പാലാണ്, ഏത് നേരെ ഭക്ഷണമാണ്. ഇതല്ലാത്തൊരു സംഗതി, കൂട്ടാത്തൊരു സമയം വേറെ ഇല്ല. ഉറങ്ങുന്ന സമയം വരെ ചുരുക്കമാണ്. ഇത് കിട്ടിക്കൊണ്ടേയിരിക്കണം. ഇതാണ് അസുഖം. ആ ഉമ്മയും വാപ്പയും ഇങ്ങനെ നിൽക്കുകയാണ്, എന്താ ചെയ്യണത് നിവൃത്തിയില്ലാതെ. വേറെ സ്ഥലത്ത് പോയി ചെന്നപ്പോൾ പിന്നെ പ്രസവിച്ചിട്ട് എത്ര ദിവസങ്ങൾ ഒരു മണിക്കൂർ മാത്രമാണ് മൂക്കുകൊണ്ട് ശ്വസിച്ചതാണ്. മൂക്കുകൊണ്ട് വളരെ നോർമലി ശ്വസിച്ചത് 1 മണിക്കൂർ ഇങ്ങനെ നിന്നു. പിന്നെ പെട്ടെന്നാണ് ഇൻക്യുബേറ്ററിലേക്ക് കയറ്റിയിട്ട് വന്നു, ശ്വാസത്തിൻ്റെ തടസ്സം വന്നു. അങ്ങനെ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ബ്രെയിനിലെ ആ ഒരു പിന്നെ ഓക്സിജൻ വലിക്കാനുള്ളൊരു കപ്പാസിറ്റി, വെന്റിലേഷൻ, ആ സെൻട്രൽ വെന്റിലേഷൻ സിസ്റ്റം അങ്ങോട്ട് കട്ടായി. അതോടുകൂടി കുട്ടി ഏത് നേരം ഇതിലാണ്. ഏകദേശം 5-6 മാസമായ കുട്ടീനൊന്ന് ആ ഉപ്പയും മാപ്പിയും ഇങ്ങനെ നോക്കിക്കാണ്. ആ കുട്ടീനൊന്ന് അതിൽ നിന്ന് എടുത്ത് മാറ്റി കൊഞ്ചാൻ പോലും കഴിയില്ല, ഒരു ഉമ്മ കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ മാസ്ക് ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഭദ്രമായിട്ട് അവിടെ ഇങ്ങനെ വീട്ടിലിങ്ങനെ കിടത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, എന്താ നടക്കണത്? നമ്മളൊക്കെ എത്ര അനുഗ്രഹത്തിലാണ്. ഇതൊക്കെ ആർക്കും സംഭവിക്കാം, നമ്മുടെ മക്കൾക്ക് സംഭവിക്കാം, നമുക്ക് തന്നെ ഒരുപാട് പറഞ്ഞ തടസ്സങ്ങളൊക്കെ തരണം ചെയ്ത് അള്ളാഹു നമ്മളെന്ത് ചെയ്തു, സംരക്ഷിച്ച് ഇതുവരെ എത്തിച്ചു എന്നാണ് സുഹൃത്തുക്കൾ. ഇത്ര നിഅമത്തുകൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അതിനാണ് ഈ നിഅമത്തുകളിലൊക്കെ ലഭിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട
പ്രധാനപ്പെട്ട സംഗതി എന്താണെന്നറിയോ? തിരിച്ച് അള്ളാഹുവിലേക്ക് നന്ദി കാണിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ശരിക്കും നന്ദി കാണിക്കാത്ത കുറ്റം ചെയ്തു എന്നാണ്, അയാൾ തോപ ചെയ്യണമെന്നാണ്. നന്ദി കാണിക്കാത്തൊരു മനുഷ്യൻ ഇതൊക്കെ ഇത്രയും അനുഭവിച്ചിട്ട് നന്ദി കാണിക്കാതെ അയാൾ നടക്കുന്നുണ്ടെങ്കിൽ അയാൾ തെറ്റ് ചെയ്തിരിക്കുന്നു, അയാൾ കുറ്റക്കാരനാണ്. ഷെയ്ഖ് ഇസ്ലാം ഇബ്നു തൈമിയ്യ അങ്ങനെ പറഞ്ഞു, അയാൾ കുറ്റക്കാരൻ, അയാൾ തൗബ ചെയ്ത് മടങ്ങണം. അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ട് നന്ദി കാണിക്കാതെ പോവുകയാണ് സുഹൃത്തുക്കളെ. ഒന്നാമത്തെ എന്തായാലും സുഹൃത്തുക്കളെ, നമ്മുടെ പ്രശ്നം നമ്മൾ നിയമത്തുകൾ അറിയാതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? നിയമത്തുകളെ കുറിച്ച് നമ്മൾ ചെറുതായി കാണുന്ന കാര്യം നമ്മളെപ്പോഴും നോക്കണത് വലിയ ആൾക്കാരാണ്. മുകളിലേക്ക് നോക്കുക, ആളെ കണ്ടില്ലേ, ആളുടെ സൗകര്യങ്ങൾ, ആളുടെ വാഹനം, ആളുടെ എന്തൊക്കെയാണ് സൗകര്യം, സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നത്, അയാൾ എല്ലാ നിലക്കും സൗകര്യത്തിലാണ്. നമുക്ക് ചെറിയൊരു പ്രശ്നം, ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും ആരോഗ്യ ആളെ കണ്ടിട്ട് ഇങ്ങനെ കുടിയിറക്കാണ്. അയാൾ ഇത്ര ആക്റ്റീവാണല്ലോ, എനിക്ക് ആക്റ്റീവ് ആകാൻ പറ്റുന്നില്ല, ഞാൻ കുറച്ച് നടക്കുമ്പോൾ കിടക്കുക, ഇതൊക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും ഒരുപോലെ ആരോഗ്യം അല്ലാതെ തന്നിട്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും മുകളിലേക്ക് നോക്കുന്നവരാണ്. ഈ പറഞ്ഞാൽ എന്താ അറിയോ? നിങ്ങൾക്ക് സമാധാനം കിട്ടണോ, ജീവിതത്തിൽ നിങ്ങൾ നിയമത്തെക്കുറിച്ച് ഒന്ന് ഉറ്റാലോചിക്കണോ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും, നിങ്ങൾ താഴെയുള്ളവരേക്ക് നോക്കുക. അപ്പോൾ എന്ത് ചെയ്യും? വല തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും, നിങ്ങൾ മുകളിലേക്ക് നോക്കുകയേ ചെയ്യരുത്. ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമതല്ലാഹി അലൈക്കും, അല്ലാഹു ചെയ്ത നിഅമത്തുകളെ കുറിച്ച് നിങ്ങൾക്ക് ചെറുതായി കാണാതിരിക്കാൻ. നിഅമത്ത് അത്ര വലുതാണ്. അപ്പോൾ നമ്മൾ താഴെ നേരത്തെ പറഞ്ഞ ഇങ്ങനെയൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് നോക്കുമ്പോഴാണ് സത്യത്തിൽ നമുക്ക് കിട്ടിയ നിഅമത്തുകളെ കുറിച്ചുള്ള വലിപ്പം അറിയുള്ളൂ സുഹൃത്തുക്കളെ. ആ വലിപ്പം അറിയാത്തതുകൊണ്ടാണ്. ആ വലിപ്പം അറിയണമെങ്കിൽ താഴെയുള്ളവരേക്ക് നോക്കുമ്പോൾ എന്ത് ചെയ്യും? വലിപ്പം അറിയും സുഹൃത്തുക്കളെ. അത് മാത്രമാണോ? ഫക്കീറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോൾ സാമ്പത്തിക പ്രശ്നം വലിയ പ്രശ്നമാണല്ലോ, പത്തൊരു കാലഘട്ടത്തിൽ സാമ്പത്തിക പ്രശ്നം വലിയ പ്രശ്നം. അപ്പോൾ ഫക്കീറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ 500 വർഷങ്ങൾക്ക് മുമ്പാണ് അവരെന്ത് ചെയ്യുക? സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകൾക്കുള്ള സന്തോഷ വാർത്തയാണ്. പ്രയാസപ്പെടുന്ന ആ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ? സന്തോഷിക്കാം. അവർക്ക് കണക്ക് കുറവാണ്, ഹിസാബ് കുറവായിരിക്കും. കണക്കുകൾ പിന്നെ ഖിയാമത്ത് നാളിൽ ഒരു കണക്കെടുപ്പിൻ്റെ കാര്യത്തിൽ വളരെ ചെറിയ ലഘുവായ, കാരണം സുലൈമാൻ അലൈഹി ഇസ്ലാമാണ് പിന്നെ നബിമാരെ കൊടുത്ത് അവസാനമായി സ്വർഗത്തിൽ പോകുന്നതാണ്. കാരണം ഒരുപാട് നിഅമത്തിൽ കിട്ടിയിട്ടുണ്ട്. നിഅമത്തിൽ കിട്ടും തോറും, സമ്പത്ത് വർദ്ധിക്കും തോറും നമ്മൾ പേടിക്കണം. ഫക്കീർമാർ, പ്രയാസ മിസ്കീനുകൾ അവരെന്ത് ചെയ്യും? 500 വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്യും? സ്വർഗത്തിൽ പ്രവേശിക്കും. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കൊക്കെ ശരിക്കും എന്ത് ചെയ്യേണ്ടതുണ്ട്? അള്ളാഹു തന്ന നിഅമത്തുകളെ കുറിച്ച് ഉറ്റാലോചിക്കേണ്ട സുഹൃത്തുക്കളെ. കിട്ടിയതൊക്കെ വലുതാണ് എന്നുള്ളത് ചിന്ത നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഏത് രൂപത്തിലാണ് നമ്മൾ നിഅമത്തുകളെ കുറിച്ച് ആലോചിച്ച് തിരിച്ച് നന്ദി കാണിക്കേണ്ടത്? എങ്ങനെയാണ്? നിസ്സാസ്ലമ അതിൻ്റെ പണ്ഡിതന്മാർ അതിനെന്ത് ചെയ്യുന്നു? ശരിക്കും വിശദീകരിക്കും. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്ന ഭാഗമുണ്ട്, ശ്രദ്ധേയമാണ്. 3 രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? ഒരാൾ നന്ദി കാണിക്കണമെന്നാണ്, നന്ദി പ്രകടിപ്പിക്കേണ്ടത് 3 രീതിയിലാണ്. ഒന്നാമത് എങ്ങനെയാണ് സുഹൃത്തെ? ഒന്നാമത് പറഞ്ഞത് ഒന്നാമതായി പറഞ്ഞത് അൽ-ഇഅ്തിറാഫ് ബിഹാ ഫിൽ ഖൽബ്, ഖൽബിൽ എന്ത് ചെയ്യണം? ഹൃദയം കൊണ്ട് അംഗീകരിക്കണം എന്നാണ്. കിട്ടിയ നിഅമത്തുകളെ കുറിച്ച് ആലോചിച്ച് നന്ദി കാണിക്കുമ്പോൾ ഹൃദയത്തിൽ അംഗീകാരം വേണം. പടച്ചോനെ, എനിക്ക് അള്ളാഹു ചെയ്യുന്ന വലിയ അനുഗ്രഹമാണല്ലോ പടച്ചോനെ, എത്രയെല്ലാം അനുഗ്രഹങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് നല്ലൊരു ജോലി തന്നു, എനിക്ക് നല്ലൊരു കുടുംബം തന്നു, എനിക്ക് അത്യാവശ്യം നിൽക്കാൻ പറ്റുന്ന സാഹചര്യം, സാമ്പത്തിക സഹായം അള്ളാഹു ചെയ്തു തന്നു. അങ്ങനെ ഇത്രയും നിഅമത്തുകൾ അള്ളാഹു ചെയ്തത് സത്യത്തിൽ അൽഹംദുലില്ലാഹ് അതിനെ അംഗീകരിക്കുക എന്നുള്ളത് ഇഅ്തിറാഫിൽ ഖൽബാണ് ആദ്യം ചെയ്യേണ്ടത്. ഖൽബിൽ കൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇഅ്തിറാഫ് ചെയ്യണം. എന്നിട്ട് അള്ളാഹുവിലേക്ക് അങ്ങേയറ്റം സ്നേഹം ഉണ്ടാവണം. നമ്മളിപ്പോഴും പറയൽ പിന്നെ മാതാപിതാക്കളുടെ സ്നേഹത്തെക്കുറിച്ച് നമ്മളങ്ങനെ വിവരിക്കലുണ്ടല്ലേ? എന്താ പറയുക? അള്ളാഹു ഇൻഷാ അല്ലാഹ് ഉമ്മാൻ്റെ 10 മാസം മോശം വന്നു, അത് കഴിഞ്ഞ് പിന്നെ പാലൂട്ടി, അത് കഴിഞ്ഞ് വളരെ പ്രയാസത്തിലും വന്നത്. പക്ഷേ ഇത്രയൊക്കെ മാതാപിതാക്കൾ ചെയ്ത് അങ്ങനെ തിരിച്ചുണ്ടാകുന്ന വലിയ സ്നേഹം എന്താ കാരണം? അവരിതിങ്ങനെ കാണാനുണ്ട്. പക്ഷെ റബ്ബ് ചെയ്ത് നമ്മളെന്ത് ചെയ്തു? നമ്മൾ വിസ്മരിച്ചു പോയി, നമ്മൾ കണ്ടില്ല. റബ്ബ് നമ്മളെ ഉമ്മയും ഉപ്പയും നമ്മൾ തന്നിടാവുന്ന റബ്ബ് തന്നെയാണ്. അവിടെ തുടങ്ങി നമ്മൾ ചെറിയ തുള്ളിയിൽ മുതൽ ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിയതുവരെ അള്ളാഹുവിൻ്റെ കണക്കൂട്ടിൽ, അള്ളാഹുവിൻ്റെ കാൽക്കുലേഷൻ അല്ലേ? അള്ളാഹു ചെയ്ത് തന്ന റിസ്ക്കും അല്ലേ നമ്മൾ ഇവിടെ എത്തിയത്? എത്ര അപകടം നമ്മൾ പെട്ടിട്ടുണ്ടാവും സുഹൃത്ത്, എത്ര വളവിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ബൈക്കിലും വാഹനത്തിലൊക്കെ പോകുമ്പോൾ എത്ര സ്ഥലത്ത് നമ്മളൊക്കെ പോയി എന്ന് വിചാരിച്ച എത്ര സമയമുണ്ട് സുഹൃത്തുക്കളെ. അവിടെയൊക്കെ അള്ളാഹ് സംരക്ഷിച്ചില്ലേ, തട്ടി മാറ്റിയില്ലേ നമ്മളെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപാട് നിഅമത്തുകൾ അള്ളാഹു തന്നു, അത് ശരിക്കും അംഗീകരിക്കുകയും അതിലൂടെ ഉണ്ടാകുന്ന അങ്ങേയറ്റത്തെ സ്നേഹമാണ് സുഹൃത്തുക്കളെ. അങ്ങേയറ്റത്തെ സ്നേഹം റബ്ബിലേക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമത് എന്താ പറയുക സുഹൃത്ത്? രണ്ടാമത്തത് അസ്സനാഉ അലല്ലാഹി ബിൽ ലിസാൻ, അത് നാവ് കൊണ്ട് അങ്ങോട്ട് പ്രഖ്യാപിക്കണം. നാവ് കൊണ്ട് ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അത് പറയണം. പറയുന്നത് വലിയ കൂലിയുണ്ട്. എനിക്ക് അള്ളാഹ് ചെയ്തു തന്നാണ് എന്നുള്ള അംഗീകരിക്കലും പറയുകയും ചെയ്യണം. നമുക്കറിയാം സൂറത്തുൽ കഹ്ഫിലില്ലേ,
എന്താണ് സംഭവിച്ചത്? ഒരു തോട്ടക്കാരൻ്റെ കഥകൾ കേട്ടില്ലേ? ജന്നത്താൻ. എന്തൊക്കെ ഉണ്ടാണ് അവിടെ? നഖലുണ്ട്, അതിന് ചുറ്റും എന്താണ് മുന്തിരിത്തോട്ടങ്ങളുണ്ട്, പിന്നെ വലിയ എന്താണ് തമ്പറിൻ്റെ തോട്ടമുണ്ട്, എല്ലാം ഒരുപാട് അനുഗ്രഹം നിറഞ്ഞ തോട്ടം. ഒരിക്കലത് നശിക്കൂല എന്ന് അയാൾ കരുതി പോയി എന്നാണ്. പക്ഷെ എന്ത് സംഭവിച്ചില്ല? അയാൾ എന്ത് പറഞ്ഞില്ല? മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞില്ല. ഇത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ വിധി, അള്ളാഹു നിശ്ചയിച്ച പ്രകാരം കിട്ടിയതാണെന്നുള്ള ബോധ്യം വന്നില്ല, അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞില്ല. അപ്പം എന്തായി? അതം നശിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നമ്മൾ ഉറക്കെ പറയണം സുഹൃത്തുക്കളെ. നമ്മൾ പറഞ്ഞില്ലല്ലോ. ആ തോട്ടക്കാരൻ പറയാത്ത നശി എന്നുള്ള നമ്മളിങ്ങനെ കഥ പറയാറുണ്ട്. അത് ഖുർആനെ കുറിച്ച് പറഞ്ഞു നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ സുഹൃത്തുക്കളെ? നമ്മൾ മാഷാ അല്ലാഹ് പറഞ്ഞ ഇങ്ങോട്ട് അറിയോ? നമ്മൾ സാധാരണ മെസ്സേജുകൾ അയക്കുമ്പോൾ മാഷാ അല്ലാഹ് പറയും. അത് സാധാരണ മാഷാ അല്ലാഹ് പറയേണ്ടത് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് വിചാരിക്കുമ്പോഴാണ്. മറ്റുള്ളവർ കിട്ടിയ നമ്മളെന്താ പറയണ്ടേ? ബാറക്കല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹു അതിന് അനുഗ്രഹം തരട്ടെ, ആ വിഷയത്തിൽ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പക്ഷെ അങ്ങോട്ട് അവിടെ അനുഗ്രഹം കിട്ടുമ്പോൾ പറയേണ്ടത് മാഷാ അല്ലാഹ് അല്ല, മാഷാ അല്ലാഹ് നമുക്കുള്ളതാണ് മാഷാ അല്ലാഹ്. എപ്പോഴും മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന്, അള്ളാഹു ഇല്ലാതെ ശക്തിയില്ല, എനിക്ക് കിട്ടിയത് മുഴുവൻ അള്ളാഹു നിന്നുള്ളതാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി അത് പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായി ചെയ്യേണ്ട സംഗതി സുഹൃത്തുക്കൾ. ഇഅ്തിറാഫുൽ ലിസാൻ നമുക്ക് വേണം. മൂന്നാമത്തെ തരം സുഹൃത്തുക്കളെ അൽ അമലു ബിൽ ജവാരിഹ് ബിമാ യർളാ അൽ മുൻഇം. അൽ അമലു ബിൽ ജവാരിഹ്, നമ്മുടെ അവയവങ്ങൾ കൊണ്ട് എന്ത് ചെയ്യണം? അത് അമലുകൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അമലുകൾ ചെയ്ത് കാണിച്ചു, നാവിൻ്റെ പണിയെടുക്കണം, കൈകളെ പണിയെടുക്കണം. ആ പണിയെടുത്ത് എന്ത് ചെയ്യണം? ആ അമലുകൾ കൊണ്ട് അള്ളാഹു തൃപ്തിപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്ത് എന്ത് ചെയ്യണം? ആ പറയുന്ന നന്ദി നമ്മൾ കാണിച്ചിരിക്കണം എന്നാണ് സുഹൃത്തുക്കളെ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെയ്യേണ്ടതെന്ന് സുഹൃത്തുക്കളെ. ഖുർആൻ അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യവിശ്വാസികളെ, കുലു മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കഴിച്ചോളൂ. വഷ്കുറൂ ലില്ലാഹ്, അള്ളാഹു നിങ്ങൾ എന്ത് ചെയ്യണം? നന്ദി കാണിക്കണം. ഇൻ കുന്തും ഇയ്യാഹു തഅ്ബുദൂൻ, നിങ്ങൾ എന്നെയാണ് ആരാധിക്കുന്നത്, നിങ്ങൾ എന്നെ മാത്രമാണ്, ഇയ്യാഹു തഅ്ബുദൂൻ, എന്നെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ശുക്ർ ചെയ്യണം. ആരെ വിളിച്ചാൽ പറഞ്ഞത്? എന്നെ നിങ്ങൾ വിളിച്ചാൽ പറഞ്ഞത്. സത്യവിശ്വാസികളെ വിളിച്ചിട്ടാണ് സ്നേഹത്തോടു കൂടി പറയാണ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ചെയ്തിരിക്കണം എന്ന് സുഹൃത്തുക്കളെ. മാത്രമല്ല ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കണം. അദ്കുറുക്കും, ഞാൻ നിങ്ങളെ ഓർക്കും. വഷ്കുറൂ ലീ വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്ത് ചെയ്യുക? എന്നെ നന്ദി കാണിക്കുക, നിങ്ങൾ നന്ദികേട് കാണിക്കരുത് കേട്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും മറ്റൊരു സ്ഥലത്ത് പറയാണ് സുഹൃത്തുക്കളെ. പിന്നെ ഒരു സ്ഥലത്ത് പറയുന്നത് അറിയോ? അഅ്മലു അലാ ആല ദാവൂദ ശുക്ർ വഖലീലു മിൻ ഇബാദിയ ശുക്ർ. വളരെ കുറച്ചാളും അതൊക്കെ പറഞ്ഞിട്ടും, നിങ്ങൾ നന്ദി കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടും അള്ളാഹ് പറയാണ് കുറച്ചാളുകളെ ശരിക്കും നന്ദി കാണിക്കുന്നുള്ളൂ. ശരിക്കും നന്ദി കാണിക്കുന്ന ആരാണ്? വഖലീലു മിൻ ഇബാദിയ ശുക്ർ, എൻ്റെ അടിമകളിൽ വെറും കുറച്ച് ആളുകളെ എന്ത് ചെയ്യുന്നുള്ളൂ? നന്ദി കാണിക്കുന്നുള്ളൂ. നമ്മളതിൽ പെടുന്നുണ്ടോ സുഹൃത്തുക്കളെ? ആത്മാർത്ഥമായി ചിന്തിച്ച് നോക്കി. ഞാനും നിങ്ങളൊക്കെ ആ ഖലീൽ എന്ന് പറഞ്ഞ ആ ചെറിയൊരു വിഭാഗത്തിൽ നിങ്ങൾ പെട്ടോ പെട്ടില്ല എന്നതാണ്. അത് എന്നോടൊരു ചോദ്യമാണ്, അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള ചോദ്യമാണ്. പെട്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങണം. ഇനി അമാന്തിച്ച് നിന്നുകൂടാ. ഇത്രയും അനുഗ്രഹങ്ങൾ ലഭിച്ച് അള്ളാഹുവിലേക്ക് നന്ദി കാണിക്കാതെയാണ് നിൽക്കുന്നു എന്നുള്ളത് മനസ്സിൽ ബോധ്യം വരുന്നുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങണം. ഒന്നാമത്തെ തുടങ്ങേണ്ടത് അറിയോ? ഒന്നാമത്തെ തുടങ്ങേണ്ടത് തൗബയാണ് സുഹൃത്തുക്കളെ. നേരത്തെ പറഞ്ഞല്ലോ, ഇത് ആലോചിച്ച് നിഅമത്തുകൾ അനുഭവിച്ച് നന്ദി കാണിക്കാൻ നിൽക്കുന്നത് ഒരു ഇസ്മാണ്, കുറ്റമാണ്. എങ്കിലും എന്ത് ചെയ്യാൻ? ആദ്യം എടുക്കേണ്ടത് അറിയോ? ഒരു യൂട്ടേണാണ്. തൗബയാണ്. തൗബ ശരിക്കും ഒരു യൂട്ടേൺ, ശരിക്കും ഒരു യൂട്ടേൺ. അങ്ങനെ പോയി തിരിച്ചൊരു യൂട്ടേൺ അടിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങണം. നമ്മൾ ഒന്നാമത് എടുക്കേണ്ടത് തൗബയാണ് സുഹൃത്തുക്കളെ. തൗബയാണ് ഒന്നാമത് എടുക്കേണ്ട സ്റ്റെപ്പ്. അതിലേക്കുള്ള സ്റ്റെപ്പ് അതാണ്. അത് നമ്മൾ എടുത്തിരിക്കണം. പഠിച്ചവനെ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹു ഞാൻ നന്ദികേട് കാണിച്ചിട്ടുണ്ട്. പഠിച്ചവനെ ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒന്നും നന്ദി പൂർത്തിയായിട്ടില്ല, ഒരിക്കലും നന്ദി പൂർത്തിയാവുകയുമില്ല. പക്ഷെ അതിലെ ശ്രമങ്ങൾ എൻ്റെ ഭാഗത്ത് വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് പഠിച്ചവനെ എന്ന് എടുത്തു പറഞ്ഞ് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട സുഹൃത്തുക്കൾ. ആ തൗബയിലൂടെ കിട്ടുന്ന എന്താണെന്നറിയോ? തൗബയിൽ കിട്ടുന്ന വിഷയം നമുക്കറിയാം. അള്ളാഹു ശരിക്കും ആഹ്ലാദിക്കുന്നതാണ്. അള്ളാഹു സന്തോഷിക്കും. നമ്മളെക്കുറിച്ച് ആലോചിച്ച് അള്ളാഹു സന്തോഷിക്കുന്നു. നിന്നെക്കുറിച്ച് അള്ളാഹു സന്തോഷിക്കുകയാണ്. നമുക്കറിയാലോ തൗബയുടെ അവസ്ഥ നമുക്കറിയാലോ. ഒരു മരുഭൂമിയിൽ ഒരു ഒട്ടകവുമായിട്ട് ഒരാൾ ചെയ്യുന്നു. ഒട്ടകത്തിൽ നിറയെ ഭക്ഷണ സാധനമാണ്. യാത്രയിൽ കൊണ്ടുപോകേണ്ട ഭക്ഷണ സാമഗ്രി മുഴുവൻ ഒട്ടകത്തിന് മുകളിൽ കയറ്റി വെച്ച് യാത്രയിൽ മരുഭൂമിയിലൂടെ പോയിട്ട് തൽക്കാലം വിശ്രമിക്കാൻ വേണ്ടി അവിടെ ഒരു ഭാഗത്ത് കെട്ടിയിട്ട്
വിശ്രമിച്ച് ഉറങ്ങി നീച്ചപ്പോൾ ഒട്ടകത്തിനെ കാണാനില്ല. മരുവിന് ഒട്ടകത്തെ കാണാനില്ല പറഞ്ഞാൽ കിട്ടാൻ പ്രയാസം അറിയാലോ. മരുവിന് ഫുള്ള് ഓപ്പനാണ്. ഇങ്ങോട്ട് നോക്കിയാൽ കിലോമീറ്റർ കണക്കെ നമുക്ക് കാണാം, ഒരു പ്രശ്നമില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് മരുഭൂമിയിൽ പെട്ടിട്ട് ഒട്ടകത്തിനെ കാണാനില്ലെങ്കിൽ എന്നിട്ട് തിരഞ്ഞ് അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് അവസാനം ഒരുപാട് ക്ഷീണിച്ച് കുഴങ്ങാൻ എല്ലാം ഒന്നുമില്ലല്ലോ, ഒരു സംഗതി പോലും വെള്ളം പോലും കയ്യിലില്ല, എല്ലാം ഒട്ടകത്തിന് പുറത്താണ്. അങ്ങനെ ക്ഷീണിച്ച് കുഴങ്ങി കിടക്കുമ്പോൾ പിന്നീട് ഒരു ശബ്ദം കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒട്ടകം തിരിച്ചു കാണുകയാണ്. ഇത് കണ്ടപ്പോൾ ആ അടിമ എന്ത് പറഞ്ഞു? നീയാണ് എൻ്റെ അടിമ, ഞാൻ എൻ്റെ ഉടമാൻ. പറയേണ്ടത് തിരിച്ചായിരുന്നു, പഠിച്ചോനെ ഞാൻ നിൻ്റെ അടിമയാണ്, നിൻ്റെ കൂടെ പറഞ്ഞ് തിരിച്ച് ആഹ്ലാദത്തിൽ എന്താ പറയുക അന്തം വിട്ട് പറഞ്ഞു എന്നാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ആ പറഞ്ഞ വാക്ക് എടുത്തു വെച്ച് പറഞ്ഞു, ഇത്ര ആഹ്ലാദിച്ചു ആ ഇബാദ്, ആര്? ഈ അടിമ അത്രയും സന്തോഷിച്ചില്ലേ ആ ഒട്ടകത്തെ കണ്ടപ്പോൾ. അതിനേക്കാൾ സന്തോഷമാണ് ആർക്ക്? അള്ളാഹുവിന്. തൻ്റെ അടിമ തിരിച്ച് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ. സുബ്ഹാനല്ലാഹ്. സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ വെച്ച് നിർത്തി നമ്മൾ ചെയ്തു പോയിട്ടുള്ള തിന്മകളെക്കുറിച്ച് ആലോചിച്ച് അവിടെ നിർത്തി അള്ളാഹുവിലേക്ക് തിരിച്ച് നടക്കുമ്പോൾ അള്ളാഹു ആഹ്ലാദിക്കും, അള്ളാഹു ഹാപ്പിയാവും, ഭയങ്കര സന്തോഷിക്കുന്ന സുഹൃത്തുക്കളെ. ഈ അടിമനേക്കാൾ അള്ളാഹു സന്തോഷിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു സംഗതി എന്ത് ചെയ്യണം, നമ്മൾ ചെയ്തിരിക്കണം സുഹൃത്തുക്കൾ. രണ്ടാമത്തെ എന്താ അറിയോ സുഹൃത്തുക്കളെ? രണ്ട് കാര്യം. അപ്പോൾ നമ്മൾ സാധാരണ തെറ്റിനെ കുറിച്ച് പറയുമ്പോൾ, ഇത്രയും അവയവങ്ങൾ കിട്ടി തെറ്റിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് സംഗതി. ഒന്ന് മിസ്റ്റേക്കാണ്, തെറ്റാണ്, അബദ്ധമാണ്. രണ്ട് സിന്നാണ്. അല്ല, മിസ്റ്റേക്ക് സിന്ന് രണ്ടാണ്. സിന്ന് പറഞ്ഞാൽ പാപമാണ്, തെറ്റ് വേറെ പാപം വേറെ. ഇപ്പോൾ ട്രാഫിക് സിഗ്നലിൽ നമ്മളങ്ങ് നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ട്രാഫിക് സിഗ്നൽ നിർത്താതെ ചെയ്തു, വണ്ടി നീക്കി, അപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയി. പക്ഷെ തെറ്റ് പറ്റാം. പക്ഷേ ആ ട്രാഫിക് സിഗ്നൽ ശരിക്കും ചുവപ്പ് തെളിഞ്ഞ് കത്തിയിട്ട് ബോധപൂർവ്വം വണ്ടി നീക്കിയാലോ, അത് കുറ്റമാണ്. തെറ്റും കുറ്റം വേറെയാണ്, മനസ്സിലാക്കണം. തെറ്റ് പറ്റാം, മനുഷ്യനാണ്, അബദ്ധങ്ങൾ സംഭവിക്കാം, പക്ഷെ കുറ്റമാവരുത്. അറിഞ്ഞുകൊണ്ട് ഒരു കുറ്റം ചെയ്യരുത് സുഹൃത്തുക്കളെ. ഇനി ചെയ്തുകൂടാ. സ്വന്തം കണ്ണുകൊണ്ട്, അള്ളാഹു തന്ന കണ്ണുകൊണ്ട്, ചെവി കൊണ്ട് അള്ളാഹു ചെയ്ത മുഴുവൻ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തി തെറ്റിലേക്ക് ഒരിക്കലും നീങ്ങി പോകരുത്. അത് കുറ്റമായി മാറും, അത് കുറ്റമായി മാറും. സാധാരണ പറയാറുണ്ട്, ഫജ്ർ നമസ്കാരത്തിന് വേണ്ടി എണീക്കുമ്പോൾ നമ്മൾ അലാറം വെക്കും അല്ലേ, സുബൈക്കോ തഹജ്ജുദിന് എണീക്കാൻ വേണ്ടി അലാറം വെക്കും. അലാറം വെച്ച് നമ്മൾ അലാറം അടിച്ച് നമ്മൾ അറിയാതെ ഉറങ്ങി ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി, അതെന്തില്ല, അതിന് കുറ്റമില്ല. പക്ഷേ അലാറം ഒന്നും വെക്കാതെ അലസമായി അങ്ങനെ കിടന്നു, എന്തായാലും അറിയാം വളരെ വൈകിട്ടാണ് വീട്ടിൽ എത്തിയത്, രാവിലെ എണീക്കാൻ നല്ല പ്രയാസമാണെന്നറിയാം. 2, 3 അലാറം വെച്ചിട്ട് ഏറ്റവും നല്ല സൗണ്ട് വെച്ചിട്ട് വളരെ ശ്രദ്ധിച്ച് വെക്കേണ്ട ഒരു സമയത്ത് നമ്മൾ അലസമായിട്ട് എന്ത് ചെയ്തു, അങ്ങോട്ട് ആവട്ടെ എന്ന് വിചാരിച്ച് കിടന്നാൽ എന്നൊരു സുബഹി നിസ്കാരം ഒഴിയോ ആയാൽ സുഖം കുറ്റമേ മാറും. അതുകൊണ്ട് എന്ത് ചെയ്യണം, എല്ലാ അമലുകൾക്കും അങ്ങനെയാണ്. നമ്മൾ നിയത്തും നമ്മളുടെ ചിന്തക്കനുസരിച്ചാണ് തെറ്റും കുറ്റമാവുക, കുറ്റം തെറ്റായി മാറാം. അതുകൊണ്ട് ഇനി ഒരിക്കലും കുറ്റം എന്നൊരു സംഗതി ഒന്ന് പോരും സുഹൃത്തുക്കളെ. അത് പരമാവധി എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. പറ്റിയാൽ എന്ത് ചെയ്യണം, അള്ളാഹിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് തൗബ തന്നെയാണ്. അത് സുബ്ഹാനല്ലാഹ്. ഇത് മതിയില്ല നമുക്ക്, ഒരൊറ്റ ഹദീസ് പോരെ സുഹൃത്തുക്കളെ, എന്താ സമാധാനം. അത്തായിബു മിന ദംബ്, തെറ്റിൽ നിന്ന് ഒരാൾ മടങ്ങി വന്നാൽ കമല്ലാ ദംബല, അവനെ തെറ്റ് ചെയ്യാത്തവനെ പോലെ. സുബ്ഹാനല്ലാഹ്, എന്ത് അനുഗ്രഹനാണ് പഠിച്ചവനെ. ഒരു തെറ്റ് ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ ആ തെറ്റവൻ ചെയ്തിട്ടേ ഇല്ല. ദുനിയാവിൽ കഴിയൂ, ഒരു വിചാരം നടന്നു, അറിയാതൊരു ഇവിടെ എന്താ സംഭവിക്കുക, തെളിഞ്ഞാൽ നേരെ കൊണ്ടുപോയിടും. ഒരു കൊല ചെയ്തു, എന്ത് തെറ്റാണ് ശരി, എത്ര ചെറുതും വലുതും ഏത് തെറ്റായിക്കോട്ടെ, ഈ കോടതി വിടുമോ? അള്ളാഹ് പുറത്താലും ഈ കോടതി വിടൂല, അള്ളാഹ് പൊറുക്കും. ആത്മാർത്ഥമായ തോബയാണോ, ഏത് തെറ്റും അള്ളാഹ് പൊറുക്കും. പക്ഷേ ഈ ദുനിയാവിൻ്റെ കോടതി പുറത്തോളം വിട്ടോളുന്നില്ല സുഹൃത്തുക്കൾ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒന്നാമത്തെ നമ്മൾ ചെയ്യേണ്ടത് യൂട്ടേണാണ്, തൗബ ചെയ്യലാണ്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട സംഗതി എന്താ സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ തൃപ്തി പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. അള്ളാഹു തൃപ്തിയുള്ള, നേരത്തെ പറഞ്ഞോ, തൃപ്തിയുള്ള അമലുകൾ ചെയ്യുക, അത് കണ്ടറിഞ്ഞ് ചെയ്യണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരാൾക്ക് കിട്ടിയ നിഅമത്തുകൾ നമ്മൾ എന്ത് ചെയ്യണം, പറയണത് എന്താണ്, അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ പറയാന്നുള്ള സുഹൃത്തുക്കളെ വലിയ വിഷയമാണ്. അൽഹംദുലില്ലാ എന്ന് ഒരാൾ പറഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്യറിയോ, അതിനേക്കാളും നല്ലൊരു സംഗതി അള്ളാഹു, അതിന് അഫ്ദല മിൻ ദാലിക്, അതിനേക്കാളും അഫ്ദലായ കാര്യം അള്ളാഹു കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാ നമ്മൾ നന്ദിക്ക് വേണ്ടി പറഞ്ഞൊരു കാര്യം ഇതിന് വേണ്ടി അള്ളാഹു എന്ത് ചെയ്യുന്നു, അതിനൊക്കെ അഫ്ദലായ കാര്യം തരാതിരിക്കില്ല എന്നാണ്.
എത്ര അൽഹംദുലില്ലാ പറയാം നമുക്ക്? നട്ടുണ്ടോ? എത്ര പറയാം? ഇത് പറഞ്ഞാൽ എനിക്ക് അപ്പുറത്ത് നല്ലൊരു കാര്യം, ഒന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പുറത്ത് നല്ലൊരു കാര്യം അള്ളാഹു നമുക്ക് ചെയ്തു തരും സുഹൃത്തുക്കൾ. എപ്പോഴും അൽഹംദുലില്ലാ. മാത്രമല്ല ഒരു പ്രയാസം ഉണ്ടെങ്കിലോ അവിടെയും അൽഹംദുലില്ലാ. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ, സ്വന്തം മകൻ മരിച്ച സമയത്ത് അല്ലേ, സ്വന്തം കുട്ടി മരിച്ച സമയത്ത് അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ എന്ന് ഒരു അടിമ പറഞ്ഞപ്പോൾ ആ അടിമക്ക് കിട്ടിയ എന്താണ്? സ്വർഗത്തിലൊരു വീട് കിട്ടിയില്ലേ? ചിലർക്ക് അറിയുന്നതല്ലേ, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്ത് കിട്ടി? ഒരു വീട് പ്രഖ്യാപിച്ചു. അല്ലാഹ് പറഞ്ഞു ബൈത്തുൽ ഹംദ്. സ്വന്തം മകൻ പെടഞ്ഞ് മരിച്ചപ്പോഴേ ആ അടിമ എന്താ പറഞ്ഞു ചോദിച്ചു. മലക്ക് പറഞ്ഞതാ പറഞ്ഞത് ആ സമയത്ത് അൽഹംദുലില്ലാ കുല്ലി ഹാൽ എന്നാണ്. എങ്കിൽ അവന് കൊടുക്കൂ സ്വർഗത്തിലൊരു വീട്, ബൈത്തുൽ ഹംദ്. അതിന് പേര് ബൈത്തുൽ ഹംദാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അൽഹംദുലില്ലാ പറയാം. അൽഹംദുലില്ലാ കുല്ലി ഹാൽ. ഏത് സമയത്തും അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. എല്ലാ സന്ദർഭത്തിലും അൽഹംദുലില്ലാ. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ലഭിക്കും സുഹൃത്തുക്കൾ. എത്രത്തോളം എന്നറിയോ? ഇപ്പോൾ നേരെ തൃപ്തി അടയെന്ന് പറയുമ്പം വെള്ളം കുടിച്ചാൽ അൽഹംദുലില്ലാ പറയണല്ലോ. എങ്കിൽ അള്ളാഹു തൃപ്തിപ്പെടുന്നതാണ്. അള്ളാഹുവിന് തൃപ്തിയാണെന്ത്? ഒരു വെള്ളം കുടിച്ചിട്ട് അൽഹംദുലില്ലാ പറഞ്ഞാൽ അള്ളാഹുവിന് റിദ്വാൻ, അള്ളാഹിൻ്റെ റിദ്വാൻ അതല്ലേ വലുത്. റിദ്വാൻ അല്ലാഹു അക്ബർ വദാലിക ഹുവൽ ഫൗസുൽ അദീം. എന്താണ്? റിദ്വാനുള്ളതാണ്, അള്ളാഹിൻ്റെ സംതൃപ്തിയാണെന്ത്? ഏറ്റവും വലുത്. വദാലിക ഹുവൽ ഫൗസുൽ അദീം, അതാണ് മഹത്തായ വിജയം. ശരിയല്ലേ? സ്വർഗത്തിലേക്ക് എത്തിയാലേ, സ്വർഗത്തിലേക്ക് എത്തിയ സുഹൃത്തുക്കളെ, സ്വർഗത്തിലേക്ക് നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് എത്തും. തൗഹീദ് ക്ലിയർ ആണെങ്കിൽ ബാക്കി തെറ്റുകൾക്കുള്ള എന്തെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ അള്ളാഹു അതിന് ശിക്ഷ കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും സ്വർഗത്തിൽ എത്തും. അള്ളാഹു എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാക്കട്ടെ, കുടുംബസമേതം ഒരുമിച്ച് കൂട്ടുമാറാക്കട്ടെ. അപ്പോൾ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു ചോദിക്കും, യാ ഇബാദ്, എന്താണ് അവസ്ഥ? എല്ലാവർക്കും സുഖമല്ലേ? എന്താണ് അവസ്ഥകളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ എല്ലാവരും പറയും മാഷാ അല്ലാഹ് വളരെ സന്തോഷമാണ്, മുഖക്കാകെ വെളുത്തു, ഇനി ഒന്നും വേണ്ട, എല്ലാം ഞങ്ങളെല്ലാവരും വളരെ സന്തുഷ്ടരാണ്. നിനക്കെന്ത് കഴിച്ചില്ലേ? സ്വർഗത്തിലേക്ക് എത്തിയല്ലോ. അപ്പോൾ അല്ലാഹ് പറയും, ഞാൻ അപ്പുറത്തേക്ക് നല്ലൊരു കാര്യം പറഞ്ഞു തരത്തിയോ? യാ അഹ്ലുൽ ജന്ന. അതിൻ്റെ ഹദീസ് ഇങ്ങനെയാണ്, യാ അഹ്ലുൽ ജന്ന. സ്വർഗത്തിലെ ആൾക്കാരെ പറയുമ്പോഴേ നമ്മൾ തിരിച്ച് പറയണം, റബ്ബന വസഅദൈക്. റബ്ബേ പറഞ്ഞോളൂ, എന്താണ്? ഹൽ റളീതും, നിങ്ങൾ തൃപ്തിപ്പെട്ടോ? നിങ്ങൾ തൃപ്തിയായോ? സംതൃപ്തിയായോ? എല്ലാവർക്കും ചോദിക്കുകയാണ്. അപ്പോൾ സർഫഹാസി എല്ലാവരും പറയുന്നത്, എങ്ങനെ തൃപ്തിപ്പെടാതിരിക്കും അല്ലാഹുവേ? കൈഫ എന്ന് പറയും, നിന്റെ സൃഷ്ടികൾ എല്ലാവർക്കും കൊടുക്കാത്ത, ആർക്കും കൊടുക്കാത്ത അനുഗ്രഹം നിങ്ങൾക്ക് തന്നതാണല്ലോ പഠിച്ചോ സ്വർഗം, എങ്ങനെ തൃപ്തിപ്പെടാതിരിക്കും? പിന്നെ അല്ലാഹ് പറയാണ്, അന അഅ്തീകും അഫ്ളലു മിൻ ദാലിക്, എന്നാൽ ഇതിനേക്കാളും, സ്വർഗം ലഭിച്ചതിനേക്കാളും ഒരു ഞാൻ തരട്ടെയോ? അപ്പോൾ പറയണം വഹല്ല അലൈക്കും. അപ്പോൾ പറയും അല്ലാഹു തന്നാലും. അപ്പോൾ പറയാണ് വഹല്ല അലൈക്കും റിദ്വാനി വല അസ്ഖതു അലൈക്കും അബദാ. എന്താണ്? ഇനി മുതൽ നിങ്ങൾക്ക് എൻ്റെ സംതൃപ്തി, എൻ്റെ തൃപ്തിയെ ഞാൻ നിങ്ങൾ ഹലാലാക്കി തന്നു, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളോട് കോപിക്കുകയില്ല. അപ്പോഴാണ് എന്താണ്? റിദ്വാനുല്ലാഹി അക്ബർ. അപ്പോഴാണ് സുഹൃത്തുക്കളെ ചിന്തിക്കേണ്ടത്, സംതൃപ്തി ആരതാവണം? അള്ളാഹുവിൻ്റെതാണ്. വീട്ടിലെ ഭാര്യയുടെ തൃപ്തിയല്ല, ആ തൃപ്തി വേണം. മാതാപിതാക്കൾ മക്കളുടെയൊക്കെ തൃപ്തിയൊക്കെ പരിഗണിച്ച് നമ്മൾ പോകുന്നവർ അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് എന്തെങ്കിലും ഭംഗം വെക്കുന്നുണ്ടോ എന്നുള്ളത് ആലോചിക്കണം. എൻ്റെ ജോലി സ്ഥലത്ത് അള്ളാഹു സംതൃപ്തിയില്ലാത്ത കാര്യം നടന്നു പോകുന്നുണ്ടോ? എൻ്റെ സാമ്പത്തികമായ ക്രിയാവിക്രയങ്ങൾ നടക്കുന്നുണ്ടോ? അള്ളാഹിന് തൃപ്തിയുണ്ടോ? അള്ളാഹിന് തൃപ്തിയുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് പോകണം സുഹൃത്തുക്കളെ. വീട്ടിലൊരു കാര്യം അള്ളാഹു സംതൃപ്തിയിൽ നടക്കുന്നുണ്ടോ എന്ന് നോക്കണം, പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കാരണം റിദ്വാനുല്ലാഹി അക്ബർ എന്താണ് സുഹൃത്തുക്കളെ. അത് എപ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ നോക്കിയും ശ്രദ്ധിച്ചും മുന്നോട്ട് പോകണം എന്നാണ് പറയാനുള്ള സുഹൃത്തുക്കളെ. കാരണം വഇൻ തഷ്കുറു യർലഹു ലഹും, നിങ്ങൾ ശുക്ർ ചെയ്താൽ അള്ളാഹുവിൻ്റെ സംതൃപ്തി നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല ലഇൻ ശകർത്തും, നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങൾ നന്ദി കാണിക്കുന്നുണ്ടെങ്കിൽ ലഅസീദന്നക്കും, അള്ളാഹു നിങ്ങൾക്ക് സിയാദത്തായി വർദ്ധിപ്പിച്ച് തരും സുഹൃത്തുക്കളെ. എന്തിന് കുറവുണ്ടോ ആ കുറവ് അള്ളാഹു പരിഹരിച്ചു തരും. എന്ത് ചെയ്യണം? നമ്മൾ ശുക്ർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം സുഹൃത്തുക്കളെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി നിങ്ങൾ കരുതേണ്ടതാണ് സുഹൃത്തുക്കളെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിന് മുമ്പായി ഒന്നുണ്ട് കാര്യം കൂടി പറയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഇതിനു വേണ്ടി മുസ്ലാസ്ലം നമ്മൾ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. മആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, എല്ലാവർക്കും അറിയാലോ. മആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം എന്തായിരുന്നു? സഹാബാക്കളിൽ ഒരു പണ്ഡിതനായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മആദിനെ. മആദ് ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ പഠിതാവാണ്. അങ്ങനെ പഠിച്ച് ഖുർആൻ പ്രത്യേകിച്ചും നന്നായി പഠിച്ച്
വലിയ ശരിക്കൊരു പണ്ഡിതനായി ആ സ്വഹാബി മാറി. മുഅദ്ദിം റളിയല്ലാഹു അൻഹു അദ്ദേഹം അവസാനം യമനിലേക്കാണ് പറഞ്ഞേക്കപ്പെട്ടത്, അറിയാലോ എല്ലാവർക്കും. ആ മുഅദ്ദിം റളിയല്ലാഹു അൻഹുവോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഭാഗമുണ്ട്, യാ മുആദ്. അതിങ്ങനെയാണ് സുഹൃത്തുക്കളെ, ഞാൻ വിളിച്ച് പറയാണ്, യാ മുആദ് വല്ലാഹി ഇന്നി ലാ ഉഹിബ്ബക, വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം, ഞാൻ നീ ഇഷ്ടപ്പെടുന്നു കേട്ടോ, എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. വല്ലാഹി അനാ ലാ ഉഹിബ്ബക, വീണ്ടും പറഞ്ഞു, ആവർത്തിക്കാണ്, വല്ലാഹി ഞാൻ നിന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. മൂന്നാമത് വീണ്ടും പറഞ്ഞു, വല്ലാഹി ഇന്നി ലാ ഉഹിബ്ബക, നിന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു മുആദേ. ഫഖൂൽ, എന്നിട്ട് പറഞ്ഞു, ഫഖാൽ, എന്നിട്ട് പറയാണ്, നീ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പറഞ്ഞ ഭാഗം നോക്കും. 3 തവണ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും മുആദ് ശ്രദ്ധിക്കൽ. ഈ മുആദിനോട് പറയുന്നതേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, കണക്കാക്കണം. അങ്ങനെ കണക്കാക്കി നോക്കൂ. നബി ഇങ്ങനെ പറയാണ്, എനിക്ക് ഹസനെ വലിയ ഇഷ്ടമാണ്, റൂഫെ വലിയ ഇഷ്ടമാണ്, നിന്നെ ഉഫൂറെ വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് നബി പറയാണ്, ഔസീക് യാ മുആദ്, നിനക്ക് ഞാനൊരു ഉപദേശം തരാം. ലാ തദ്അന്ന ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ, നമസ്കാരത്തിന് ശേഷം ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇത് നീ വിട്ടുകളയരുത്, ഈ പ്രാർത്ഥന വിട്ടുകളയരുത് എന്ന് പറഞ്ഞു. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അർത്ഥവത്തായ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഇന്നി, എന്നെ നീ സഹായിക്കണേ പഠിച്ചോനെ, അലാ ദിക്രിക, നിൻ്റെ ഓർമ്മയിൽ നിലനിൽക്കാൻ, നിന്റെ സ്മരണയിൽ നിൽക്കാൻ, വശുക്രിക, നിനക്ക് നന്ദി കാണിക്കാൻ, വഹുസ്നി ഇബാദതിക, ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യാൻ. ഇതിന് 3 പ്രധാനമുള്ളതാണ്. അള്ളാഹിൻ്റെ ദിക്ർ എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ, നമ്മുടെ ഇബാദത്തിൻ്റെ ഏതൊരു ഇബാദത്ത് എടുത്താലും അതിന് മഖ്സദ് ശരിക്കും ദിക്റാണ്, അള്ളാഹിൻ്റെ ഓർമ്മയാണ്. ഇപ്പോൾ നമസ്കരിച്ചു എല്ലാവരും, ഈ സഫിൽ നിന്ന് നമസ്കരിച്ചു, ഈ 1-ാം സഫിൽ നിന്നുള്ള എല്ലാവർക്കും ഒരേ കൂലിയല്ലല്ലോ സുഹൃത്തുക്കളെ. എങ്ങനെയാണ്? ആരാണോ ഇതിൽ അള്ളാഹിനെ ഏറ്റവും കൂടുതൽ ഓർത്തത് അവർക്കാണ് എന്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം. നോമ്പായിക്കോട്ടെ, നോമ്പിലല്ലേ ഇരിക്കുന്ന മുഴുവൻ ആൾക്ക് ഒരേ പ്രതിഫലമാണ്. അള്ളാഹുവിനെ ആരാണ് ഏറ്റവും കൂടുതൽ ഓർത്തത് അവർക്കാണ്. അള്ളാഹിനെ ഓർക്കലാണ് സത്യത്തിൽ എന്ത് ഇബാദത്തിൻ്റെ മഖ്സദ്. ആ ദിക്റാണ്. അല്ല, ദിക്ർ എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു മാത്രമല്ല ദിക്ർ. ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹിനെ ഓർത്തുകൊണ്ട് ചെയ്യുന്നതാണ് ദിക്ർ. അത് ദിക്ർ പറയുമ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അതിന് അള്ളാഹിനെ ഓർമ്മ വേണം. അതേപോലെ നമ്മൾ ഏതൊരു അമലുകൾ ചെയ്യുമ്പോഴും അള്ളാഹിനെ ഓർത്തുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ദിക്ർ എന്ന് പറഞ്ഞാൽ. സ്വർഗത്തിലേക്ക് എത്തിയ സ്വർഗാവകാശികൾ പോലും പറയുന്നതെന്നറിയോ? പഠിച്ചോനെ, ഞാൻ അള്ളാഹിനെ ഓർക്കാത്ത നിമിഷത്തെക്കുറിച്ച് ഓർത്ത് ഖേദിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിൽ എത്തിയിട്ട് പോലും അള്ളാഹിനെ ഓർക്കാതെ കുറേ ദിവസം നടന്നു പോയല്ലോ, അത് ഓർത്ത് ഖേദിച്ചു പോകുന്നതാണ്. സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ ദിക്ർ ചെയ്താൽ, അള്ളാഹിനെ ഓർത്ത്, ഇത് ദിക്ർ സദസ്സാണ്, ഇതില്ലേ, ഇത് അള്ളാഹിനെ ഓർക്കുന്ന സദസ്സാണ്. ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. നമുക്കറിയാമല്ലോ എന്താണ്, എന്തൊക്കെ ഇറങ്ങുന്നത്? ഹഫ്ദ് അലൈഹിം മലായിക, മലക്കുകളുള്ള നിങ്ങൾ മാത്രമല്ല, മലക്കൾ ഇവിടെ ഉണ്ട്. വഗശിയത്തുർ റഹ്മ, കരുണ ചൊരിയുന്ന സദസ്സാണ്. അള്ളാഹിനെ ഓർക്കുന്ന സദസ്സ് കരുണ ചൊരിയ സദസ്സാണ്. വദക്കറല്ലാഹു ഫീ മൻ ഇൻദ, അള്ളാഹുവിൻ്റെ അടുത്ത് എന്ത് ചെയ്യും? നിങ്ങളെക്കുറിച്ച് അവിടെ പറയപ്പെടും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരാൾ ഇരിക്കുകയാണ്, അശ്രദ്ധയിൽ ഇരിക്കുന്ന ഒരാൾ പോലും, ഉറങ്ങി തൂങ്ങിയ ആൾക്ക് പോലും അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കുന്ന, നരകമോചനം ലഭിക്കുന്ന സദസ്സാണ്. നമുക്കറിയാമല്ലോ, എൻ്റെ ഹദീസ്, സുദീർഘമായ ഹദീസ് കൂടുതൽ വിശദീകരിക്കില്ല സമയത്തിൻ്റെ കാരണം. മലക്കൾ പറയാണ്, ഒന്നുകൂടി പറയാം, കാരണം നിങ്ങൾ നാളെയും മറ്റന്നാളേക്ക് ഇരിക്കേണ്ട ആളുകൾ എന്നുകൊണ്ട് അത് പറഞ്ഞു പോകാൻ നല്ലതാണെന്ന് തോന്നുന്നു. മലക്കുകളെ ഈ പറയുന്ന സ്ഥലത്ത് നിന്നിട്ട് ഈ ഇരിക്കുന്ന മലക്കൾ തിരിച്ച് അള്ളാഹിലേക്ക് പോവാണ്. അള്ളാഹിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹു ചോദിക്കും, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അള്ളാഹ്ക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ അള്ളാഹ് ചോദിക്കുകയാണ്, എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ പറയാണ്, ഭൂമിയിൽ നിന്നാണ്. ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ ഈ ടോൺ സലഫി പള്ളിയിലാണ് ഞങ്ങൾ അവിടെ നിന്നാണ് വരുന്നത്. അവിടെ കുറച്ച് ആളുകൾ ഇനി ഇരിക്കുന്നുണ്ട്. അവരെന്തിനാണ് ഇരിക്കുന്നത്? അവരെന്തിനാണ് ആഗ്രഹിക്കുന്നത്? അള്ളാഹു നിന്റെ സ്വർഗത്തെയാണ്. അള്ളാഹു ആ സ്വർഗത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല, പഠിച്ചവനെ കണ്ടിട്ടില്ല. എങ്കിലേ അവർക്ക് ഞാൻ സ്വർഗം ഞാൻ തന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആത്മാർത്ഥമേ ആഗ്രഹിച്ചോളി. ഈ ഇരുത്തം, ഈ സമയം ശരിക്കും ഇപ്പം ചിന്തിച്ചോളി. ഇപ്പം മലക്ക് പുറപ്പെടും ഇങ്ങോട്ട്. ഈ സ്വർഗം കിട്ടണം നമുക്ക്. അള്ളാഹു സുബ്ഹാനഹു സ്വർഗത്തെ ഞാൻ ഒരുക്കുമാറാകട്ടെ. വീണ്ടും മലക്ക് പറയിച്ചു, അള്ളാഹ് ചോദിക്കുകയാണ്, അവരെന്തിനാണ് പേടിക്കണത്? അവരെന്തിനാണ് ഭയക്കണത്? നരകത്തെയാണ് പഠിച്ചവനെ. ഞാൻ നരകത്തെ അവർ കണ്ടിട്ടുണ്ടോ? ഇല്ല, പഠിച്ചവനെ കണ്ടിട്ടില്ല. എങ്കിലേ ആ നരകത്തെ തൊട്ട് ഞാൻ അവരെ കാക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് പാപങ്ങൾ പുറക്കാനാണ്. പാപങ്ങൾ ഞാൻ പുറത്തു കൊടുക്കുന്നു. ഗഫർതു ലഹും,
ഞാൻ പുറത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ പറയാണ്, അവിടെ മൂലക്കിൽ ഒരാൾ നിൽക്കേണ്ടത്, അയാൾ ശ്രദ്ധിക്കുന്നില്ല, അയാൾ കിടന്ന് ഉറങ്ങിയിരുന്നു, ഒരാൾ പെട്ടുപോയതാണ്, നീ എണീറ്റ് പോകേണ്ട വിചാരിച്ച് പെട്ടുപോയത്. അങ്ങനെ ഒരു ശ്രദ്ധയില്ലാതെ അവിടെ ഇരുന്ന ആളാണ്, അയാൾക്ക് കൊടുക്കണോ? എങ്കിലേ ഈ മജ്ലിസിൻ്റെ ഫദ്ല് കൊണ്ട് അവർക്കും എന്ത് ചെയ്തോളൂ, അത് കൊടുത്തോളൂ എന്ന് പറയാണ്. ഇവിടെ ഇരുന്നാൽ മതി സുഹൃത്തുക്കളെ, ഇവിടെ ഇരുന്നാൽ മതി. ഇവിടെ ക്ലാസ് നടക്കുമ്പോൾ അള്ളാഹിനെ കുറിച്ച് കേൾക്കുന്ന ദിക്റുകൾ പറയുമ്പോൾ ഇവിടെ ഇരുന്ന് കൊടുക്കണം. ഇരുന്നാൽ തന്നെ ഈ സ്വർഗം കിട്ടും സുഹൃത്തുക്കളെ. അള്ളാഹ് പറഞ്ഞാൽ തെറ്റൂലല്ലോ. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. അള്ളാഹു വാഗ്ദാനം ചെയ്താൽ എന്ത് ചെയ്യില്ല, അള്ളാഹു ലംഘിക്കുകയില്ല. അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. പിന്നുള്ളത് ശുക്രുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഒരു പ്രാർത്ഥനയാണ് സുഹൃത്തുക്കളെ. ഒരു പ്രാർത്ഥന പറഞ്ഞു, അത് 40 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ അല്ലേ 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 എല്ലാവർക്കും അറിയാം ആ പ്രാർത്ഥന. എന്താ പ്രാർത്ഥന? 40 വയസ്സ് കഴിഞ്ഞാൽ പ്രാർത്ഥന എന്താ? റബ്ബി ഔസിനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാഹ്. സുബ്ഹാനല്ലാഹ്. എല്ലാം ഒന്നും അതിൽ, എല്ലാം ഒന്നും വിട്ടുപോയില്ല. അല്ലാഹുമ്മ ഔസിഅനി, അല്ലാഹു എനിക്ക് നീ പ്രചോദനം തരണേ പഠിച്ചവനെ. അൻ അഷ്കുർ നിഅമതക അല്ലതി അൻഅംത അലയ്യ, എനിക്ക് എന്തെല്ലാം നിഅമത്തുകൾ തന്നു അതിനൊക്കെ ഞാൻ ശുക്ർ ചെയ്യാൻ നീ പ്രചോദനം നൽകണമേ. വഅലാ വാലിദയ്യ, എനിക്ക് മാത്രമല്ല എൻ്റെ മാതാപിതാക്കൾക്കും. വഅൻ അഅമല സാലിഹൻ തർളാഹ്, നീ തൃപ്തിപ്പെട്ട അമലുകൾ ചെയ്യാൻ. വസ്ലിഹ് ലീ ഫീ ദുർരിയതി, എൻ്റെ മക്കളെ നന്നാക്കണേ പഠിച്ചവനെ. ഇനി തുബ്തു ഇലൈക്, അല്ലാഹു നിന്നിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. നിയമത്തുകൾ ചെയ്യാതെ ഞാൻ ശുക്ർ ചെയ്യാതെ പോയിട്ടുണ്ട് പഠിച്ചവനെ. നിയമത്തുകൾ ആ തെറ്റുകളൊക്കെ ഞാൻ നിന്നിലേക്ക് പാമോചനം ചെയ്ത് ഞാൻ തിരിച്ചു വരികയാണ് പഠിച്ചവനെ. ഓ ഇനി തുബ്തു ഇലൈക, പിന്നെന്താ? ഓ ഇനി മുസ്ലിമീൻ പഠിച്ചു, ഞാൻ മുസ്ലിമിൽപ്പെട്ടതാണ് പ്രഖ്യാപിക്കാൻ. ഈ പ്രാർത്ഥന സുഹൃത്തുക്കളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നിരന്തരം നമ്മൾ പ്രാർത്ഥനയിൽ വേണം. 40 കഴിഞ്ഞാൽ ചൊല്ലേണ്ട പ്രാർത്ഥന പഠിപ്പിക്കപ്പെട്ടതാണ് ഖുർആൻ. അപ്പോൾ എന്ത് ചെയ്യണം? നിരന്തരം നമ്മളുടെ ജീവിതത്തിലുണ്ടാകണം സുഹൃത്തുക്കൾ. അഹ്ഖാഫിൽ 15. മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹു ഖൈർ. സുഹൃത്ത് അഹ്ഖാഫിലെ 15-ാമത്തെ ആയത്താണ്. എല്ലാവരും ഒന്ന് അതിൻ്റെ വിശദീകരണം വായിച്ചിട്ട് വെക്കൽ നല്ലതായിരിക്കും ഇൻഷാ അല്ലാഹ്. അത്രയും വിശാലമായ അർത്ഥമുള്ള പ്രാർത്ഥനയാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാനിപ്പിക്കണം സുഹൃത്തുക്കളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾ കുറിച്ച് ഓർത്ത് നന്ദി കാണിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ, നല്ല ശാക്കിരീങ്ങളിൽ, നല്ല ദാക്കിരീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായി, രഹസ്യം പരസ്യം അള്ളാഹു പോയ മുഴുവൻ പാപങ്ങളും അള്ളാഹുവെ നീ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണേനാഥ. അള്ളാഹു നാളെ ഒരു ഭാഗം സ്വർഗത്തിലേക്ക് മറ്റൊരു നരകത്തിലേക്ക് മാറ്റി വെക്കപ്പെടുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന വരിയിൽ അള്ളാഹു ഞങ്ങളെല്ലാവരും നീ അണിനിരത്തി നിർത്തണേ പഠിച്ചവനെ. അള്ളാഹു ഞങ്ങളെ മക്കളെ നന്നാക്കണേ പഠിച്ചവനെ. ഞങ്ങൾ മാതാപിതാക്കളെ നന്നാക്കണേ പഠിച്ചവനെ. അവർക്കൊക്കെ അള്ളാഹു മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, കുടുംബന്ധക്കൾ, അയൽവാസികൾ, സുഹൃത്തുക്കൾക്കൊക്കെ അള്ളാഹുവെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ. അവരെയും നമ്മളെയും എല്ലാവരെയും കുടുംബസമേതം കുട്ടികളെയും കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ തൗഫീഖ് അള്ളാഹുവെ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹു ഈ ഇരുത്തവും സംസാരവും സ്വീകരിക്കണേ പഠിച്ചവനെ. സംസാരത്തിൽ വന്ന അബദ്ധങ്ങൾ അള്ളാഹുവിനെ വിട്ടുപുറത്ത് മപ്പാക്കി നൽകണേ നാഥ. അള്ളാഹു മഗ്ഫിർ ലിൽ المؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم إنا نسألك الجنة الفردوس. اللهم إنا نسألك الجنة الفردوس. اللهم إنا نسألك جنة الفردوس. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعانا، صيامنا وقيامنا وركوعنا وسجودنا وصدقتنا وسائر أعمالنا إنك أنت السميع العليم. وتب علينا وتب علينا وتب علينا إنك أنت التواب الرحيم. واغفر لنا غافر الذنوبين. والحمد لله رب العالمين. وصلى الله على محمد وعلى آله وصحبه أجمعين.